ക്ലൈമാക്സിൽ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. തൃശ്യത്തിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുകളിലാണ് ക്ലൈമാക്സ്. ഇല്ല, ഒരു സീരിയൽ ടൈപ്പ് അങ്ങ് പോകുന്നു അത്രയാണ്. പക്ഷെ അവസാനം അടുപ്പിച്ച് വന്നത് കുറച്ച് ഷോക്കിംഗ് ആയി, പെട്ടെന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ ഇന്നത്തെ സിനിമ ഷെയ്ൻ നിഗം പോലീസ് വേഷത്തിലെത്തുന്ന ക്രൈം ത്രില്ലർ മൂവി ദൃഢം. അപ്പോൾ ജിത്തു ജോസഫ് പ്രൊഡക്ഷനിൽ ജിത്തു ജോസഫിനെ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്റ്റ് ചെയ്തെന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു സിനിമയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും ദൃഢം കണ്ടവർ നിങ്ങളുടെ റിവ്യൂസൊക്കെ കമൻറ്റ് ചെയ്തേക്കുക, വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോ. അപ്പോൾ നേരെ ദൃഢം റിവ്യൂലേക്ക്. നല്ല പടമാണ്. ക്ലൈമാക്സ് സൂപ്പർ ക്ലൈമാക്സ്. തൃശ്യത്തിനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുകളിലാണ് ക്ലൈമാക്സ്. പടം സ്ലോ ആണ്, പക്ഷേ ക്ലൈമാക്സ് നല്ല ക്ലൈമാക്സ്. ജിത്തു ജോസഫിന്റെ പടങ്ങളെ പോലെ തന്നെ ഒരു ടെംപ്ലേറ്റ് അതിനെപ്പോലെ തന്നെ, പക്ഷേ ലാസ്റ്റ് 20 മിനിറ്റ് പടമാണ്. ആരും മറക്കൂല, അങ്ങനത്തെ ഒരു പടമാണ്. ദൃശ്യം യൂണിവേഴ്സിലേക്കുള്ള കണക്ഷൻ ആണ്. അതുപോലെ തന്നെ പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, ദൃഢം എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ടെംപ്ലേറ്റ് ത്രില്ലർ ആണോ? ഒരു മിസ്റ്ററി എന്ന് പറയാനില്ല, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡൽ കൊണ്ടുവന്നൊരു സംഭവമാണ്. ഫസ്റ്റ് ഹാഫ് ഒരു സിമ്പിളായിട്ട് പോയി, സെക്കൻഡ് ഹാഫ് ഒരു ക്ലൈമാക്സ് അടുപ്പിച്ചപ്പോഴാണ് ഒരു പടം കയറി തുടങ്ങിയത്. എന്തായാലും ഷൈൻ്റെ ഒരു കുറച്ച് ഗ്യാപ്പിന് ശേഷം ഒരു നല്ല പെർഫോമൻസ് എന്ന് പറയാം. ഓക്കെ, ഒരു നമ്മൾ സീറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ടും അതുപോലെ തന്നെ ഭയങ്കര സസ്പെൻസ് ട്വിസ്റ്റ് തുടക്കമൊക്കെ തോന്നും. ഇപ്പം നമ്മൾ ഈ ട്രെയിലറിൽ കാണുന്ന പോലെ ഒരു തുടക്കക്കാരനായിട്ടുള്ള ഒരു പോലീസുകാരൻ ഒരു സ്റ്റേഷനിൽ വരുന്ന അതിൽ ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളാണ്. പക്ഷെ നല്ല രസമായിട്ട് അവസാനം അടുപ്പിച്ച് വരുമ്പോഴാണ് കുറച്ചും കൂടെ സീറ്റഡ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അതുവരെ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സിനിമയുടെ ഫീലൊക്കെ വരുന്നുണ്ടോ? ജിത്തു ജോസഫിന്റെ ശിഷ്യനല്ലേ എടുത്തിരിക്കുന്നത്, അതിന്റെ ഒരു മികവൊക്കെ പടത്തിനകത്തുണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. വലിയ ഇതായിട്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് കാണാം, പൈസ കൊടുത്ത ലാഭമാണ്. അങ്ങനത്തെ രീതിക്ക് എടുത്തിട്ടുണ്ട്. ഒരു എല്ലാവരും ഡൈജസ്റ്റബിൾ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ആണോ, അതോ ഭയങ്കര കൺഫ്യൂസിങ് പ്രഡിക്റ്റബിൾ ആയിട്ട് കുറേ സംഭവങ്ങൾ പടത്തിനകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം അടുപ്പിച്ച് വന്നത് കുറച്ച് ഷോക്കിംഗ് ആയി, പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരു സംഭവം അതിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വേറെ എന്തോ ഒരു കാര്യം വച്ചിട്ടുണ്ട്, അത് നമുക്ക് അവസാനം തരുമെന്ന് മനസ്സിലായി. പക്ഷേ ഇതിങ്ങനെ ഒരിത് വന്നില്ല. എന്നാലും നമുക്ക് എന്താ പറയുക, കണ്ടിരിക്കാൻ പറ്റുന്ന, പക്ഷേ വലിയ മാരകമെന്ന് പറയില്ല, ഒരു സിമ്പിൾ സാധനം നമുക്ക് കണ്ടിരിക്കാം. കൊള്ളൂലാണോ? കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. വൺ ടൈം വാച്ച്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ത്രില്ലർ ടെംപ്ലേറ്റിൽ ഒരു പടമാണോ? അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, ജസ്റ്റ് വാച്ച് അത്രേ ഉള്ളൂ. വേറെ വലിയ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഒന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണാം അത്ര. ഇൻവെസ്റ്റിഗേഷൻ പാർട്ടൊക്കെ എൻഗേജിങ് ആണോ? ഇല്ല, ഒരു സീരിയൽ ടൈപ്പ് അങ്ങ് പോകുന്നു അത്രയാണ്. ഒരു ജിത്തു ജോസഫ് പടത്തിന്റെ വൈബ് അങ്ങനെയൊന്നുമില്ല, ഒരു ഇതുമില്ല. എക്സൈറ്റിംഗ് ആയിട്ട് കാണാം. ക്ലൈമാക്സിൽ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പടം ഇറങ്ങുമ്പോൾ നമുക്ക് ദൃശ്യത്തിന് മുമ്പുള്ള ഒരു സാമ്പിൾ അല്ല, ഇത് മേക്കിംഗ് കാണുമ്പോൾ ജിത്തുവിന്റെ പടം പോലെ തന്നെ ഇരിക്കുന്നത്. ജിത്തുവിന്റെ അസിസ്റ്റന്റ് ആണ്. ഓഫ് കോഴ്സ് വാച്ചബിൾ പടമാണ്. ഓക്കെ, എല്ലാവരും ഒരു ഷെയ്ൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങും ഒരു വേറൊരു ഡിഫറെന്റ് ലുക്കും ഒക്കെ പ്രതീക്ഷിച്ച് കാണാൻ സസ്പെൻസ് ഉണ്ട്. നല്ല എല്ലാവരുടെ മെയിൻ ഹൈപ്പ് ഫാക്ടറി ജിത്തു ജോസഫിന്റെ ഒരു അസോസിയേറ്റിന്റെ ആണ്. ആ ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. എന്ത് പ്രതീക്ഷിച്ച് വരണം? ഒരു ഭയങ്കര ഒരു സീറ്റഡ് ത്രില്ലർ ആണോ, അതോ ഒരു നോർമൽ ടെംപ്ലേറ്റ് സീറ്റ്? ഒരു ഈ പറഞ്ഞ കണക്കുള്ള ഒരു സസ്പെൻസ് പ്രതീക്ഷിച്ച് വരാം. അത്ര പടം ഫുള്ളുള്ള സെക്കൻഡ് ഹാഫിലാണ് പടം ഫുള്ളുള്ളത്. ഫസ്റ്റ് ഹാഫ് ഇത്തിരി സ്ലോ ആണ്, കണക്ട് ആവാൻ ഇത്തിരി പാടാണ്. സ്ലോ റേഞ്ചിലാണ് കൊണ്ടുപോകണം. അത്ര ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ അത്യാവശ്യം ആൾക്കും കണക്ട് ആവില്ല, എല്ലാവരും എണീറ്റ് പോകാൻ. സെക്കൻഡ് ഹാഫ് വേണമെങ്കിൽ കണ്ടിരിക്കും. ബ്രോ, ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഇതായിരുന്നു, പിന്നെ സെക്കൻഡ് ഹാഫിന്റെ ക്ലൈമാക്സോടെ അടുപ്പിക്കുമ്പോൾ ഒരു നല്ലൊരു ജിത്തു ജോസഫ് ത്രില്ലർ ഒക്കെ പ്രതീക്ഷിച്ച് വന്നാല് അത്രയ്ക്ക് ജിത്തു ജോസഫ് ത്രില്ലർ വേറെയാണ് ബ്രോ. ഇത് ഒരു പ്ലെയിൻ ഇൻവെസ്റ്റിഗേഷൻ ടെംപ്ലേറ്റ് ത്രില്ലർ ആയി. പ്ലെയിൻ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഷൈൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡൽ നമുക്കൊരു പുതുമയുള്ള ഒരു പടം. ഭയങ്കര എക്സൈറ്റിംഗ്, അങ്ങനെ എന്തെങ്കിലും പറയാം? ക്ലൈമാക്സിൽ അത് നമ്മൾ പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു. ഓക്കെ ആണോ? കുഴപ്പമില്ല. ജിത്തു ജോസഫിന്റെ അത്ര എത്തില്ലെങ്കിലും കാണാൻ ഒരു 10 മിനിറ്റ്, അവസാനത്തെ ഒരു 10 മിനിറ്റ് എല്ലാം കൊള്ളാം. ബാക്കി ഇന്റർവെൽ ഒരു ഇത്തിരി ലാഗായിരുന്നു. എന്നാലും ഷെയ്ൻ നിഗം നല്ല ഒരു അഭിനയിച്ചിട്ടുണ്ട്. മൂവി ആയിട്ടാണ്. ഷെയ്ൻ നിഗമിന്റെ ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് പോലീസ് ഓഫീസറിനെ പോലെയാണ് മൂവിയിലേക്ക് ആദ്യം വരുന്നത്. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടാണോ കൂടുതൽ, അതോ ഒരു ത്രില്ലർ ഫീൽ കൊണ്ടുവരും? നമുക്കൊരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റോറിയിലേക്ക് കുറച്ചുകൂടെ ഇൻവോൾവ് ആവും. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ ശരിക്കും ഒരു നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്ലൈമാക്സ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല മൂവി.